ക്രെഡിറ്റ് കാർഡ് എടുക്കൂ. മല, ജിയോന്റെ 2 ടവർ പണമായിട്ട് തന്നെ വേണമെങ്കിൽ അടുത്ത ഓപ്ഷൻ വരെ കാത്തിക്കേണ്ടി വരും. ഗ്രീനമോന് സുഖാണോ? പച്ചമോനെ പുറത്ത് തണുപ്പാന്ന് കേട്ടാ, പുറത്തൊന്നും ഇറങ്ങറേ. പച്ചൈ നിറമേ. പ്രാക്ടീസിന്റെ സമയത്ത് പരിക്കുന്നവരെ വരുമ്പോഴത്തേക്ക് പാട്ട് പഠിച്ചു വെക്കണം കേട്ടാ. പൊട്ട് വെച്ച തങ്കക്കോടം സാർ നമ്മൾ വന്നിട്ട് പഠിപ്പിച്ചോളൂ. പണം നമുക്കതൊരു വിഷയമല്ല. 64 കോടിയാണ് നമ്മൾ കൈമേലുള്ളത്. പച്ചയോ ചോപ്പോ മഞ്ഞോ ആരും വേണ്ടിക്കും നമ്മൾ മേടിക്കും, വെങ്കടേശ് അയ്യരി ഒഴിച്ച്. ആദ്യമായിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഓപ്ഷൻ കാണാൻ പോകുന്നുണ്ടോന്നൊന്നും അറിയില്ല. എനിക്ക് ചെറിയൊരു ടെൻഷൻ. അല്ല, സാധാരണ ഇവർ 5 ലക്ഷത്തിൻ്റെ പ്ലെയർ 25 കോടിക്ക് എടുക്കുമോ, നല്ല ആരെങ്കിലും ചെറിയ പൈസക്ക് വിട്ട് കളയോ, അങ്ങനെയല്ലേനോ ടെൻഷൻ. ഇതിപ്പോൾ ഒരു ടെൻഷനും ഇല്ല, അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ. നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഒരു കാര്യമില്ലാണ്ട് കൈവന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അവസാനം ആ പ്ലെയറിനൊരു 10 കോടി അധികം കൊടുത്തിട്ട് ഏതെങ്കിലും ടീം എടുക്കുന്ന കാണുമ്പോഴുള്ള സുഖമില്ലേ, അതിൻ്റെ കൂടെ ആ ചുറ്റിക്ക് വെച്ച് ടേബിളിലടിക്കുന്ന സൗണ്ടും കൂടി ആകുമ്പോൾ ഓരോ ബിഡിങ് കഴിയുമ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് റെസ്റ്റ് എടുക്കും. എന്തിന്? ബാക്കിയുള്ള ടീമിനെ ഞാൻ ബിഡിങ് നിർത്തിയും തോന്നിപ്പിക്കാൻ. ബിഡിങ് അവസാനിപ്പിച്ചു എന്ന് എതിരാളികളെ വിശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. കൊൽക്കത്തക്ക് 64, ചെന്നൈക്ക് 43. നാളെ ഞാനൊരു പൊളിക്കും. ടീമിന് ഗുണം ചെയ്ത് എല്ലാവരെയും തൂക്കിയിട്ട് ഇനി നാളെ ഒരു ഗുണമില്ലാത്ത കുറേ എണ്ണത്തിനെ വാങ്ങി വെക്കണം. എനിക്ക് വയ്യ. അപ്പൊ രുചികരമായ പറാത്ത കഴിച്ചിട്ടാവാ ഓപ്ഷന്റെ തുടക്കം. കുറെ ചുറ്റികൊന്നും വരുവാ, തുറക്കുന്നില്ല. നാണം കെട്ടി തൊലിരിഞ്ഞു പോവില്ല. എൻ്റെ മിനിമം 10 കോടിയെങ്കിലും ഇല്ലാണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്ന അറിയ നിങ്ങൾക്ക്.